വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് വേൾഡ് ലിറ്ററേച്ചർ ആൻഡ് ട്രാൻസ്ലേഷനിലെ ദ റിപ്പൻഡൻസ് സിന്നർ ബൈ ലിയോ ടോൾസ്റ്റോയ് എന്ന വർക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നുള്ളത് ഈ ഒരു ദ റിപ്പൻഡൻസ് സിന്നർ എന്നുള്ളത് പശ്ചാത്തപിക്കുന്ന പാപി എന്നുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത് ലിയോ ടോൾസ്റ്റോയ് ആണ്. അദ്ദേഹം ഈ ഒരു വർക്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീം എന്നുള്ളത് തീംസ് ഓഫ് സിന്ന്, പാപം എന്നുള്ള ആ ഒരു തീം, അതുപോലെ തന്നെ റിപ്പൻറ്റൻസ്, പശ്ചാത്താപം, അതുപോലെ തന്നെ നാച്ചർ ഓഫ് ഡിവൈൻ ഫോർഗീവ്നെസ്, ദൈവിക ക്ഷമയുടെ ആ ഒരു നാച്ചർ, ഇതൊക്കെയാണ് അദ്ദേഹം ഈ ഒരു വർക്കിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. ഈ ഒരു സ്റ്റോറി എന്നുള്ളത് ഒരു മാനെ സെൻറ്റർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി എന്നുള്ളത്. അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവനും പാപങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം എപ്പോഴാണ് പശ്ചാത്തപിക്കുന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ആ ഒരു മൊമെൻറ്റിൽ മാത്രമാണ് അദ്ദേഹം പശ്ചാത്തപിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെവൻ്റെ ഗേറ്റിൽ അറൈവ് ചെയ്തിട്ടാകുമ്പം അവിടെ നിന്ന് എൻട്രി എന്ത് ചെയ്യുന്നുണ്ട്, നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, തീവ്രമായിട്ട് ആ ഒരു കരുണയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയത്ത് മാത്രം പശ്ചാത്തപിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുള്ളത്, ഹെവൻ്റെ ഗേറ്റിൽ നിന്നും അദ്ദേഹത്തിന് എൻട്രി ഡിനേ ചെയ്യുന്നുള്ളത്, നിഷേധിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരാശയോടെ എന്ത് ചെയ്യുന്നുണ്ട്, തീവ്രമായിട്ട് തന്നെ ദയക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോറിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ജെനുവിന്, യഥാർത്ഥമായിട്ടുള്ള അതുപോലെ തന്നെ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള റിപ്പൻറ്റൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു സ്റ്റോറിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ റൈസ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ എന്നുള്ളത് മരണത്തിൻ്റെ വക്കിൽ പശ്ചാത്തപിക്കുന്ന ഒരാളുടെ ആ ഒരു ഫോർഗീവ്നെസ്സിൻ്റെ പോസിബിലിറ്റിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്റ്റോറിയിൽ ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഒരു മരണത്തിൻ്റെ വക്കിൽ പശ്ചാത്തപിച്ച ആൾക്ക് പുറത്തു കൊടുക്കുമോ എന്നുള്ള ആ ഒരു സാധ്യത, പുറത്തു കൊടുക്കുന്നതിൻ്റെ ആ ഒരു സാധ്യതയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ ഒരു സ്റ്റോറിയിൽ റൈസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ആ ഒരു മാൻ എന്നുള്ളത് 70 വയസ്സായിട്ടുള്ള ഒരു ഓൾഡ് മാനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നുള്ളത് മുഴുവനും എന്ത് ചെയ്യുന്നുണ്ട്, സിൻഫുൾ ആക്ഷനാണ്, ലൈഫ് ഫിൽഡ് വിത്ത് സിൻഫുൾ ആക്ഷൻസ്. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് മൊമെൻ്റ് എത്തോളം വരെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, പശ്ചാത്തപിക്കുന്നുമില്ല. ഈ ഒരു സ്റ്റോറിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് ടോൾസ്റ്റോയിൻ്റെ കോംപ്ലക്സ് അതുപോലെ തന്നെ ഇവോൾവിങ് ആയിട്ടുള്ള റിലീജിയസ് വ്യൂസാണ്. ആ ഒരു കോംപ്ലക്സ് ആൻഡ് ഇവോൾവിങ് ആയിട്ടുള്ള റിലീജിയസ് വ്യൂസിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എത്തിക്കൽ ആൻഡ് അതുപോലെ തന്നെ മോറൽ ലിവിങ്ങിലുള്ള ഇമ്പോർട്ടൻസ്, അതിൻ്റെ ബിലീഫ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ എന്നുള്ളത് ട്രഡീഷണൽ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിൻ ആൻഡ് സാൽവേഷൻ, പാപവും അതുപോലെ തന്നെ പാപമോക്ഷത്തിനെയും മനസ്സിലാക്കുക, ട്രഡീഷണൽ ക്രിസ്ത്യനിൽ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്റ്റോറിയിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുള്ളത്. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് മറ്റേതൊക്കെ ടോപ്പിക്സാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി വേൾഡ് ലിറ്ററേച്ചർ ആൻഡ് ട്രാൻസ്ലേഷനിലെ മറ്റ് ടോപ്പിക്സൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ സ്റ്റേ കണക്റ്റഡ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ഓൾവേസ്.